ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് കോട്ടയത്ത് ശക്തി ബാറിൽ ഒരു ബിയർ അടിക്കാനായിട്ട് കയറി. ഈ ശക്തി ബാർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി ജംഗ്ഷനാണ്. ബേക്കറി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ എറണാകുളം പോണ റൂട്ടിലാണ്. അത് ഈ ഇടത്തെ സൈഡിൽ തന്നെയാണ്. അവിടെ ആ ഒരു ബാർ മാത്രമേ കാണാനുള്ളൂ, വേറെ ബാറൊന്നും കാണുന്നില്ല. ഇനി അങ്ങോട്ടോ താഴത്തോട്ടോ ഇറങ്ങിയിട്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു ബാറിൻ്റെ ഒരു വിവരം പറയാനായിട്ടാണ് ഞാൻ വന്നത്. കാരണം ബാറിലായാലും റെസ്റ്റോറൻ്റ് ആയാലും നമ്മൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒക്കെ ചെല്ലുമ്പോൾ നമുക്കവിടെ വൃത്തിയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ 2 ദിവസം മുമ്പ് ഈ എറണാകുളത്ത് ഈ കോട്ടയത്ത് ഈ ബാറിലുണ്ടായ ഒരു ദുരനുഭവം സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന്. അയാളൊന്നും സ്റ്റാഫ് ദുരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് മോശമായിട്ട് പ്രവർത്തിച്ചോ എന്ന്. മോശമായിട്ട് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ അയാൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയാളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അയാളുടെ ഒരു പ്രവൃത്തിയിൽ അയാൾ ചെയ്തത് എൻ്റെ ഈ സുഹൃത്തിനെടുത്ത് മദ്യം എന്ന് പറഞ്ഞാൽ ബിയറാണ് കേട്ടോ. ബിയർ എടുത്തു കൊടുക്കുന്ന സമയത്ത് അയാൾ 4 വശവും ഇങ്ങനെ ഒന്ന് ചൊറിയുന്നു, പിന്നെ ഇങ്ങനെ ഒന്ന് ചൊറിയുന്നു, ഇങ്ങനെ ചൊറിയുന്നു. അപ്പം ഒരു ബാറിലായാലും റെസ്റ്റോറൻ്റായാലും നമ്മൾ ഒരു ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന സമയത്ത് പരമാവധി ആ എടുത്തു കൊടുക്കുന്ന സപ്ലയർക്ക് ഒരു വൃത്തി വേണമല്ലോ. അപ്പോൾ ഇവനെ ഈ കുപ്പി എടുത്ത് ചൊറിഞ്ഞുകൊണ്ടാണ് ഈ കുപ്പി എടുത്തത്. കുപ്പി എടുത്തപ്പോൾ ഈ കസ്റ്റമർ ശ്രദ്ധിച്ചപ്പോൾ ഇവൻ കുപ്പിയുടെ മൂടിയുടെ ഭാഗത്ത് തന്നെ പിടിച്ച് ഇത് ഓപ്പൺ ചെയ്തു. കുറച്ച് കൈ താഴ്ത്തിയിട്ടാണ് പിടിച്ചത്. പക്ഷേ കസ്റ്റമർ അയാൾ നോക്കിയിട്ട് ഇവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇവനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്നിട്ട് അയാൾ കൈ അവിടെ തുടച്ച് ഒക്കെ ഇയാളെ കുടിച്ചു കേട്ടോ. ആ സംഭവം കുടിച്ചതിന് ശേഷം കുടിക്കുന്ന സമയത്ത് തന്നെ ഇവനെ ശ്രദ്ധിച്ചു ഇവൻ്റെ പ്രവൃത്തി രീതി എന്താണെന്നാണ്. ഇവൻ ആ രീതി തന്നെയാണ് ഈ നാറി ചെയ്യുന്നത്. അപ്പോൾ ആ മൂക്കിൽ കൈയിട്ടിട്ട് പോരാടി മോൻ എന്ന് പറഞ്ഞാൽ ലോകം നാറിയാണ് ഇവൻ. ഇങ്ങനെയുള്ള ഇവൻ ഈ ചട്ടികളൊക്കെ പിടിച്ച് ബാറിൽ നിർത്തി കഴിഞ്ഞാൽ, ബാറിലുള്ള റെസ്റ്റോറൻറ്റ് പിടിച്ച് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും മറ്റുള്ള കസ്റ്റമർക്ക് ഒരു ഭക്ഷണം സമാധാനത്തോടെ കഴിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും വൃത്തിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഹോട്ടലിലേക്ക് കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മോന്തയ്ക്ക് അടിക്കാൻ ഉള്ള ദേഷ്യം അയാൾക്ക് അപ്പോൾ വന്നു. പക്ഷേ അയാളൊന്നും മിണ്ടിയില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് ബാറിൽ വന്നിട്ട് കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കി. ബാറുകാർക്ക് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടാവും, ചിലപ്പം ആളുകളുണ്ടാവും. എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരു ഗസ്റ്റിന് ഒരു ഫുഡ് എടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ കൊടുക്കണം. അയാൾ ആ സമയത്ത് ഈ വ്യക്തി അവിടുന്ന് ഇത് വീഡിയോ പിടിക്കാൻ മദ്യപിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ പിടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അയാൾ പിടിച്ചില്ല. പക്ഷേ അയാൾ പുറത്തിറങ്ങിയിട്ട് ഈ ബാറിൻ്റെ ദൃശ്യം, ഈ ബാറിൻ്റെ വീഡിയോ പിടിച്ചു. റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അയാൾ ഈ വീഡിയോ പിടിച്ചിട്ട് അയാൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഏത് ബാറാണ്, ശക്തി ബാറാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കോട്ടയത്തുള്ളവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അല്ലാത്തവർക്ക് മനസ്സിലാകാനായിട്ടാണ് ഈ ബാറിൻ്റെ വീഡിയോ പിടിച്ചതിന്. കാരണം ഇനി ഒരുത്തന്നെ അവിടെ കയറുമ്പം ഈ ജാതി പ്രവൃത്തി ചെയ്യരുത്, മനസ്സിലായല്ലോ. അല്ല മേലാലും ഒരാൾ അവിടെ കയറരുത്. അതിനുള്ള പണിയാണ് അയാൾ ഈ വീഡിയോ പിടിച്ചു തന്നിരിക്കുന്നത്. എനിക്കെന്തായാലും ആ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഇതിൻ്റെ ഒപ്പം കാണിക്കാം, എന്നിട്ട് ബാക്കി പറയാം. ശരി എന്നാൽ ഓക്കെ. ആ വീഡിയോ ഏതെങ്കിലും കാണാം. ഇതാണ് കോട്ടയം ശക്തി ബാറാണ് കേട്ടോ. ശക്തി ബാറാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി എന്ന് പറയുന്നത് തീരെയില്ല. കാരണം ഞാൻ റോഡിൻ്റെ ഈ സൈഡിൽ കാണുന്നില്ല. ഇവിടെ ഒരു ബസ് നയിക്കുന്നുണ്ട്. താഴെ എറണാകുളം പോണ റോഡാണ് കണ്ടോ. കണ്ടല്ലോ, ഇതാണ് ബാർ, ശക്തി ബാർ. പേര് കേട്ട ബാറാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ അടുത്ത സൈഡിൽ തന്നെ ലഞ്ച് ബാർ കാണാം. ലഞ്ച് ബാർ എന്ന് പറഞ്ഞാൽ ഫുഡും ബാറും പിന്നെ ഈ മദ്യവും കൂടി അടിക്കാം. അത് മദ്യം നമുക്ക് ഏത് മദ്യം വേണമെങ്കിലും അടിക്കാം. ബിയർ, ഹണി ബി, മറിച്ചത് എല്ലാ കാര്യവും ഉണ്ട്. ബാറൊന്നും കുഴപ്പമില്ല, കണ്ടിട്ട് വലിയത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടാണ്
പാർക്കിങ്ങിൻ്റെ ആ ഭാഗത്താണ് ഇതിൻ്റെ ബാറ്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു കസ്റ്റമർ വരുമ്പോൾ പരമാവധി ഒരു വൃത്തി വേണ്ടേ. അത് ബാറിൽ നിൽക്കുന്ന സപ്ലയർ ആയാലും തുടയ്ക്കുന്നതിനായാലും കഴുകുന്നതിനായാലും ചിലപ്പോൾ തുടയ്ക്കുന്നതിനാവും ചിലപ്പോൾ ബിയർ എടുത്ത് തരുന്നതൊക്കെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വ്യക്തി അവിടെ എടുത്തു കൊടുക്കുന്നതിനും അളന്നു കൊടുക്കുന്നതിനൊക്കെ ഇറങ്ങി പോകുമ്പോൾ ചിലപ്പം യാഥാർത്ഥ്യമായ ചിലപ്പോൾ ഒരാളൊക്കെ കൗണ്ടറിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ചിലപ്പം ഈ തുടയ്ക്കുന്നതിനോടും മുറ്റം അടിക്കുന്നതിനോടൊക്കെ ചിലപ്പോൾ ഒന്ന് എടുത്തു കൊടുക്കാൻ പറയും ആളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ആരായാലും അവർക്ക് കയ്യിൽ ശുചിത്വം ഉണ്ടാവില്ല. ശുചിത്വം എന്ന് പറഞ്ഞാൽ പൊതുവെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു വൃത്തി വേണം. എന്നാലേ കസ്റ്റമർക്ക് പിന്നെ അവിടെ കയറാനുള്ള താല്പര്യം തോന്നത്തുള്ളൂ. മനസ്സിലായല്ലോ? അതല്ലാതെ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞ് മൂക്കിക്കൂടി കൈയിട്ട് വിരകി ഇങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് ഒരു സാധനം എടുത്തു കൊടുക്കുന്നത്. ഇവനക്ക് ഏത് നാറി എവിടുന്ന് കിട്ടിയാണെന്ന് എനിക്കറിയത്തില്ല. വളരെ മോശമാണ്. ഒരു കസ്റ്റമറൊക്കെ ചെല്ലുമ്പോൾ വേറെ ഏതെങ്കിലും കസ്റ്റമറാണെങ്കിൽ അവിടെ കിടന്ന് അടി ഉണ്ടായിട്ടുണ്ടാവും. അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വാറുകാരെല്ലാം നിരത്തിയിട്ട് അടിച്ചിട്ട് പറയും അത് കസ്റ്റമർ ഇവിടെ വന്നിട്ട് അരമ്പുണ്ടാക്കിയതെന്ന് പറയും. കസ്റ്റമറുടെ ഭാഗം എന്താണെന്നുള്ളത് ആരും ശ്രദ്ധിക്കത്തില്ല. ചുമ്മാതല്ല ഇവിടെ നിന്ന് ഈ ബാറിൽ നിന്നൊക്കെ ബാറുകാർക്ക് അടി കിട്ടുന്നതിൻ്റെ കാര്യം. മനസ്സിലായില്ലേ? ഇന്നാളിപ്പോൾ എറണാകുളത്ത് ഒരു ബാറിൽ അടി ഉണ്ടായെന്ന് പറഞ്ഞു. അവിടെ ബാറിലെ ജീവനക്കാരനെ എടുത്ത് ആരോ വന്ന കസ്റ്റമർ അടിച്ചെന്ന് പറഞ്ഞു. ഇതുപോലുള്ള പ്രവർത്തികളൊക്കെ ആവും അവിടെയും ചെയ്യാൻ പോണത്. കാരണം ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാവും. ഇത് ഇന്ത്യയിൽ എവിടെയും ലോകത്ത് എവിടെയും ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും. നമുക്ക് എപ്പോഴും നമ്മുടെ വൃത്തിയാണ് വേണ്ടത്, ശുചിത്വം. എന്നാലേ പിന്നെ ഒരു നാളെ ഒരു കച്ചവടം കിട്ടത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇറങ്ങിയിട്ട് അടുത്ത് വേറെ എവിടെയെങ്കിലും കയറി അവൻ പോകും. മനസ്സിലായില്ലേ? ശരി, എന്നാൽ നിർത്തുന്നു. കൂടുതലും പറയുന്നില്ല. ഓക്കെ.